ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പിള്ളേരെ കൊണ്ടുവിടാൻ പോകുമ്പോൾ കുറച്ച് മൾബറി പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനും ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് മൾബറി പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മൾബറി പറിക്കുന്ന വീഡിയോ എടുത്താലോ? അപ്പോൾ വായു നമുക്ക് കണ്ടിട്ട് വരാം. ഹായ്, അപ്പോൾ ഇതാണ് കേട്ടോ അവിടേക്ക് പോകുന്ന വഴി. ഈ വീട്ടിൽ ആൾ താമസമില്ല. അപ്പം നമുക്ക് പറിച്ചാലോ? അപ്പോൾ ദേ സ്കൂളിൽ പോണേക്കാളും മുമ്പ് അവർക്ക് പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടാ. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ പഴുത്തതുള്ളൂ, ബാക്കിയൊക്കെ പഴുത്ത് വരണുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുക. രണ്ടാൾക്കും കൂട്ടുകാർക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുള്ളതൊക്കെ കിട്ടുമോയെന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഇല ഷുഗറിന് നല്ലതാണ്. ഇത് തോരൻ വെച്ച്, ഈ മൾബറിയുടെ ഇല തോരൻ വെച്ച് കഴിക്കണത് ഷുഗറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയണ്ടായിരുന്നു മൾബറിയുടെ കമ്പുണ്ടെങ്കിൽ കൊണ്ടു തരുമോ, അപ്പോൾ അവർക്കൊന്ന് വെച്ച് പിടിപ്പിക്കാനായി. അപ്പോൾ അതിൻ്റെ ഇല എടുത്ത് കറി വെക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം അത് കാണിച്ചു തരാം എങ്ങനെ തോരൻ വയ്ക്കണമെന്നുള്ളത്. ഇതിനകത്ത് കായൊക്കെ ഉണ്ട്. കായ്ക്ക് മധുരം കുറവാട്ടോ. വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം മഞ്ഞ് വെള്ളമൊക്കെയാണ് അതിനകത്ത് കൂടുതലും, അതാണെന്ന് തോന്നുന്നു മധുരം കുറവാണ്. അധികം പഴുത്ത് വരണുള്ളൂ, പഴുത്തതും അധികമില്ല. എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ട, അതിൻ്റെ ആ ചുമന്ന കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളർ പോവില്ല. ഡ്രസ്സുമേലായാലും കയ്യിലായാലും പോവാൻ കുറച്ച് താമസമാണ്. അപ്പോൾ ഈ വലിയ കടയാട്ടത്. അപ്പോൾ കാട് പിടിച്ചെടുക്കണ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അധികം കയറിപ്പോയി ഞാൻ പറിക്കണമൊന്നുമില്ല. അപ്പോൾ പുറത്ത് നിന്ന് നമുക്ക് പറിക്കാം. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഇലയും കൊണ്ട് തോരൻ വയ്ക്കുന്ന വീഡിയോ ഇടാട്ടോ. അപ്പം അങ്ങനെ ആ കാണുന്നതാണ് റോഡ്, ആ സൈഡിൽ കാണുന്നതാണ് റോഡ് ഇട്ടത്, ആ കാണുന്നതാണ് റോഡ്. അവിടെയാണ് വണ്ടി വരിക. അപ്പോൾ ഇവിടെ നോക്കിയാൽ വണ്ടി വരുന്നത് കാണാം. അപ്പോൾ വരുന്ന സമയമാകുമ്പോഴത്തേനും അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചുകൊണ്ട് നിൽക്കട്ടെ. പിള്ളേർ അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ കയറി വരണ്ടെന്ന് പറയും, കാരണം കാടല്ലേ. അപ്പോൾ വല്ല പാമ്പോ പഴുതാരൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് അവരോട് കയറി വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ കേട്ടോ പറിക്കണത്. അപ്പോൾ ഇതേ മുകളിലൊക്കെ നല്ലോണം മൂത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർക്കത് സന്തോഷമായിട്ട് ഒരുത്തൻ അവൾ അക്കുവിന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറ് മുഖത്ത് തേക്കുക. അപ്പോൾ അവൻ മുഖത്തായി എന്നുള്ള ഒരു ഇതിൽ അവളെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അവൾക്കും കൂടി ഒരു കഷ്ണം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, കാരണം നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അവന് കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കണം എന്നാണ് അവൻ പറയണത്. ബെയിന് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കൊരു ഫോട്ടോയും എടുത്തു. അവൾക്ക് ഫോട്ടോ എടുക്കാൻ നിന്ന് തരാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇത്രയും മൾബറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുണ്ട്, അടിപൊളിയായില്ലേ? അപ്പോൾ ഈ മൾബറിയുടെ കളറാട്ടോ കയ്യിൽ കാണുന്നത്. ഇയാൾക്ക് അവൾക്ക് കുറച്ച് 2 കയ്യിലിട്ട് കൊടുത്തുള്ളൂ, കാരണം അവൾ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ മൊത്തം കളയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ അതെ ഇത്രയും മൾബറി കിട്ടിയിട്ടാ. അപ്പോൾ ബായ്. അപ്പോൾ ഇന്നത്തേക്ക് വിടാം, ബായ്.